കയ്പമംഗലത്ത് ലഹരിവേട്ട, കവർച്ച, വധശ്രമ കേസ്, മയക്കുമരുന്ന് വിൽപ്പന തുടങ്ങി 13 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ തിണ്ടിയേക്കൽ ഹസീബും 2 കൂട്ടാളികളും അറസ്റ്റിൽ. പ്രതികൾ റിമാൻഡിൽ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദിമുദ്ദീൻ IPSന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്കെതിരെ ബാലനീതി നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പും ചുമത്തി. പിടിയിലായ ഹസീബ് 13 കേസുകളിലും ആകാശ് 7 കേസുകളിലും പ്രതികൾ. സ്കൂൾ കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ലഹരി വിൽപ്പന നടത്തിവന്ന വൻ ക്രിമിനൽ സംഘത്തെ കയ്പമംഗലം പോലീസ് പിടികൂടി. കവർച്ച, വധശ്രമം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായ കൂരിക്കുഴി സ്വദേശി തിണ്ടിയേക്കൽ വീട്ടിൽ ഹസീബ്, കൂട്ടാളികളായ നാട്ടിക സ്വദേശി എടക്കണ്ടിയിൽ വീട്ടിൽ ആകാശ് ബാബു, താന്യം പെരിങ്ങോട്ടുകര സ്വദേശി വടക്കേക്കുന്നത്ത് വീട്ടിൽ അരുൺ എന്നിവരാണ് അറസ്റ്റിലായത്. 2026 ജൂൺ 22 തിങ്കളാഴ്ച രാത്രി 9 മണിയോടെ കൂരിക്കുഴിയിലുള്ള ഹസീബിന്റെ വീട്ടിൽ വെച്ചാണ് പ്രതികളെ പോലീസ് സംഘം വലയിലാക്കിയത്. ഈ വീട് കേന്ദ്രീകരിച്ച് ലഹരി ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചു വെച്ച് വിൽപ്പന നടത്തുന്നതായും ലഹരി ഉപയോഗിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നതായും രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദിമുദ്ദീൻ IPSന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ മിന്നൽ പരിശോധന ാണ് ഹസീബിന്റെ പെരിഞ്ഞനത്തുള്ള വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവും ഹാഷിഷ് ഓയിലും പോലീസ് പിടിച്ചെടുത്തത്. പോലീസ് പരിശോധന നടത്തുന്ന സമയത്ത് 16 വയസ്സുള്ള നിയമവുമായി പൊരുത്തപ്പെടാത്ത ഒരു കുട്ടിക്ക് പ്രതികൾ കഞ്ചാവ് ഉപയോഗിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തതായും പോലീസ് കണ്ടെത്തി. ഇതേ തുടർന്ന് പ്രതികൾക്കെതിരെ NDPS ആക്ട് പുറമെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്ന ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഹസീബ് മതിലകം, വലപ്പാട്, കയ്പമംഗലം, കാട്ടൂർ, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ ഒരു കവർച്ച കേസിലും 3 വധശ്രമ കേസിലും ഇന്റർമീഡിയറ്റ് അളവിലുള്ള MDMA വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കേസിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ 2 കേസിലും 5 അടിപിടി കേസിലും കാപ്പ നിയമപ്രകാരമുള്ള നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ച കേസിലും അടക്കം 13 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്.